As the Speaker of our school parliament, it is my honor and responsibility to conduct today's session in an orderly and meaningful manner. This platform is a symbol of democracy and leadership in our school. It is important that each representative speaks respectfully and listens attentively to other views. Our aim is to work together for the betterment of our school and ensures that every student voice is heard. As we begin, I kindly request all members to follow the rules of the house. Speak only when permitted, stay within time limits and maintain discipline throughout the session. May I ask a question to Agriculture Minister? Some people are taking others' garden tools and not returning, and they are not even giving if we ask 5 days. Example, 4th class brings a tool and 5th B class not given 5 days, and after many fights only they gave back. Clear pandra. May I ask a question to Sevanidhi Club? In so many parliament meetings, repeatedly we asked Sevanidhi Club to start the Sevanidhi. Till now they are not starting the Sevanidhi. So when you will start? You are telling that you will discuss or teach at many parliament meetings, but you are not even taken a step. കഴിഞ്ഞ പാർലമെന്റ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടങ്ങാനുള്ള പ്ലാൻ ഒന്നും ഇല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. May I ask a question to food minister? അവരിപ്പോ രാവിലെ കൊണ്ടുവരുന്ന ഫുഡൊക്കെ പണ്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറെ കുട്ടികളും ഫുഡൊക്കെ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പകുതിയും തിരിച്ച് താഴത്തേക്ക് തന്നെ കൊടുത്തു വിടാണ്. അതൊന്ന് നോക്കണം, എന്നിട്ട് വേണ്ടവർക്ക് മാത്രം കൊടുക്കും. ക്ലാസ്സില് ഫുഡിന്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ട്, കുട്ടികൾ കഴിക്കുന്നതിന്റെ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോ അത് ചെക്ക് ചെയ്തിട്ട് വേണം വിടാൻ. പക്ഷെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ലിസ്റ്റ് ഒന്നും. സോ അതിന് കാണെങ്കിൽ ക്ലാസ്സിലൊന്ന് നോക്കണം. ഒക്കെ നോക്കാറുണ്ട്, 6, 7, 8 ഒക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള ക്ലാസ് ഞാൻ നോക്കിയില്ല, ചെക്ക് ചെയ്യാൻ ഞാൻ. നമ്മളെ ഫുഡ് മിനിസ്റ്റർ ഇതാക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ പോയി ചെക്ക് ചെയ്യണം ഫുഡ് ഉണ്ടോ ഇല്ലയോ എന്ന്. ചെക്ക് ചെയ്യുന്ന ഇന്നേ വരെ കണ്ടില്ല. ഇപ്പോ നമ്മുടെ പാർലമെന്റിൽ തന്നെ ഉള്ളതാണ് അധികം. അവന്റെ ക്ലാസ്സിൽ ഇതേവരെ അവൻ ഈ ക്ലാസ്സിൽ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പുറത്തെ ക്ലാസ്സിൽ ഇതുവരെ ചെക്ക് ചെയ്യുന്ന ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വന്ന ഉടനെ ക്ലാസ്സിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. ഈ ബിൽഡിംഗ് മുതൽ ഈ ബിൽഡിംഗ് ഫുള്ള് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പുറത്ത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല, ചെക്ക് ചെയ്യാം. இப்படி ஆடிட்டு இருக்குது, அதுக்கெல்லாம் ஒரு சொல்யூஷன் வேணும். മാനേജ്മെന്റിനോട് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. मैं हर एक पार्लियामेंट मीटिंग में सभी क्लास लीडर से कहते हैं कि हर क्लास में एक हाइजीन लीडर चाहिए. मुझे कोई रिपोर्ट नहीं मिला ऐसे लीडर की रहने की. I will repeat that I had already said in several parliament meetings that every class should have a hygiene minister who should check this hygiene. I haven't ever get to the report of that. Do any of the classes have except 8th and 7th? ക്ലാസ്സിൽ ഒരു ഹൈജീൻ മിനിസ്റ്റർ ഉണ്ട്. ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ ഹൈജീൻ മിനിസ്റ്റർ നിങ്ങൾ തന്നെ പോയി ചോദിക്കണം അവരുണ്ടോന്ന്. അതിന്റെ നടപടിയൊക്കെ നിങ്ങൾ തന്നെ എടുക്കണം. പറഞ്ഞത് ചെന്ന് ചോദിക്കണം. അഭിത് കൃഷ്ണയ്ക്ക് സ്റ്റേറ്റ് കബഡി ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ മനീഷൻ, ഋതുൽ കൃഷ്ണ, കമലേഷ് എന്നിവർക്ക് കൗൺസിലില് സ്റ്റേറ്റ് ക്യാമ്പിലേക്ക് സെലക്ഷൻ കിട്ടി. പിന്നെ 10 വർഷമായിട്ട് ചാമ്പ്യൻസ് ആയിരുന്ന മമ്പാട് ടീമിനെ നമ്മുടെ സ്കൂള് തോപ്പിച്ചു. പിന്നെ മനീഷ് എമ്മിന് ബെസ്റ്റ് ലിബ്രോ ആൻഡ് എമർജൻസിങ് പ്ലെയർ എന്ന ബാഡ്ജും കിട്ടി. நாங்க 8ஆம் கிளாஸ்க்கு ஒரு கிரவுண்ட் கொடுத்துருந்தோம். அந்த கிரவுண்ட்ல அவங்க நல்ல செடி இதெல்லாம் வச்சு சுத்தமா பராமரிச்சிருக்காங்க. இப்போ அந்த இடத்துல நிறைய செடியெல்லாம் வளர வைக்கிறாங்க. பிளஸ் 4ஆம் கிளாஸ்காரங்களும் பூவெல்லாம் வளர வச்சுட்டு இருக்காங்க. Ma'am, may I ask my question to class leaders?
ഞങ്ങള് എല്ലാ പാർലമെന്റ് മീറ്റിംഗിലും പറയാറുണ്ട് സ്റ്റുഡന്റ് ടീച്ചേഴ്സിന് റിപ്പോർട്ട് തരണമെന്ന്. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നിട്ടായിട്ട് കണ്ടിട്ടില്ല. Ask a question to education minister. സ്കൂൾ ടീം യു പി ടീം ന്യൂസ് പേപ്പർ മാത്രമേ വെക്കാറ്, ബുക്കെല്ലാം വെക്കാറില്ലേ? അതോടെ സൊല്യൂഷൻ എന്നാണ്? അത് ആറ് പറഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ബുക്ക് വെക്കണ്ട, അത് മാത്രം വെച്ചാൽ മതി എന്ന്. കാരണം ഞങ്ങൾക്ക് എപ്പോഴും രാവിലെ പോയിട്ട് അവിടെ നിന്ന് ബുക്ക് എടുക്കാൻ ഇപ്പൊ അനുവാദമില്ല, ഒരു ഇൻചാർജ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എച്ച് സാറ് അവിടെ ഇനി ബുക്ക് വെക്കണ്ട, ന്യൂസ് പേപ്പർ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ കുട്ടികൾക്കും ഫുഡ് കിട്ടുന്നുണ്ടോന്ന് നോക്കുന്നില്ല. ഇപ്പൊ രാവിലെ തന്നെ ചില കുട്ടികൾ ബസ് ലേറ്റ് വരുന്ന, അവർക്കൊന്നും ചില ഫുഡ് കിട്ടാറില്ല. അതിനെപ്പറ്റി നിങ്ങൾ നോക്കണം. ഇനി മുതൽ ശ്രദ്ധിക്കാം. അപ്പൊ എല്ലാരും കളിക്കാൻ പോവും, കറക്റ്റാണ്. എന്നിട്ട് താഴെ വന്ന് ഫുഡ് എടുത്ത് കഴിക്കണ്ടവര്, കഴിച്ച ഫുഡ് കളയണ്ട്, ലിസ്റ്റ് കൊടുത്തവരടക്കം കഴിക്കണ്ട്. നിങ്ങളെന്താ ഇതൊന്നും നോക്കാത്തെ? Ask my question, discipline minister. ക്ലാസ്സിലെ കുട്ടികളൊന്നും മുണ്ടാതെ എന്നിട്ട് ടീച്ചറിനായി കൊടുക്കുക. നിങ്ങളാണ് അടക്കിയിരുത്തേണ്ടത്, ക്ലാസ് ലീഡറാണ് காலையில வந்து சாப்பிட்றதுக்காக குழந்தைங்க நிறைய ஃபுட் வாங்குறாங்க. அப்போ அது அவங்களுக்கு சாப்பிட முடியாம அவங்க கொண்டு வந்து கொட்டும் போது அங்க எஸ்பிசி நிற்பாங்க. அதே பார்த்துட்டு நிறைய குழந்தைங்க வந்து ஓடி ஓடி போய் விழுந்து காலில் கையிலெல்லாம் அடிபட்டுது. அதுக்கு ஏதாவது சொல்யூஷன் இருக்கா? കളയാതിരിക്കാൻ ഒരൊറ്റ ഇതേ ഉള്ളൂ. ഹോസ്റ്റലേഴ്സ് വന്നിട്ട് ഈ ഫുഡ് കുറച്ചിട്ട് കൊടുക്കുക, കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഇട്ട് കൊടുക്കുക. ഫുഡ് മിനിസ്റ്റർ ഫുഡ് കഴിക്കാനൊരു ലിസ്റ്റ് ഉണ്ട്, അതിലുള്ള ഫുഡ് കഴിക്കാനൊരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിലുള്ള കുട്ടികൾ മാത്രമല്ല ചില സമയത്ത് ഫുഡ് കഴിക്കുക. ഫുഡുള്ള ദിവസം വേറെയും കുറെ കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ചില ദിവസം ആ ലിസ്റ്റിലുള്ള കുട്ടികൾ ഫുഡ് കഴിക്കാറില്ല. അതിനൊരു നടപടി വേണം. ഫുഡ് ഇൻചാർജ് ഉള്ള സാറ് പറഞ്ഞു ഫുഡിന്റെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വെക്കണ്ട, ക്ലാസ്സിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ക്ലാസ്സിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ എനിക്കറിയില്ല, ഞാൻ കിട്ടുന്നുണ്ടോന്ന് നോക്കണം. May I ask a question to Prime Minister? Yes, you may. നമ്മൾ ഇവിടെ ഇതുവരെ നമ്മൾ ഇംഗ്ലീഷിൽ മാത്രം നമുക്ക് ന്യൂസ് ചാനൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് മലയാളത്തിലും ഹിന്ദിയിലും അങ്ങനെയുള്ള ലാംഗ്വേജിൽ ഇന്നും ചെയ്ത സ്റ്റുഡൻസ്ക്ക് ഒരു ന്യൂസ് ചാനൽ വായിക്കുമ്പോൾ ഒരു റീഡിംഗ് പ്രാക്ടീസ് കൂടിയാകും. അത് നിങ്ങളുടെ സജഷൻ എന്താ? പറയാം, എന്നിട്ട് തീരുമാനിക്കാം. 8/11/2025 ചൊവ്വാഴ്ച ഒക്ടോബർ മാസത്തെ പാർലമെന്റ് മീറ്റിംഗ് ആണ് ഇന്ന് നടന്നത്. അതിൽ ഓരോ വിഭാഗത്തിലുള്ള മിനിസ്റ്റർമാരും ക്ലാസ് ലീഡർമാരും പറഞ്ഞ പ്രശ്നങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ സേവാനിധി കളക്ഷനാണ്. അത് കഴിഞ്ഞ പാർലമെന്റ് മീറ്റിംഗിൽ പറഞ്ഞിരുന്നു, അത് തുടങ്ങുന്നില്ല എന്ന്. പിന്നെ ഫുഡിന്റെ വേസ്റ്റിംഗ് ആണ്. അത് നമ്മുടെ ഫുഡ് മിനിസ്റ്റർ നാളെ തൊട്ട് ശ്രദ്ധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാ ക്ലാസ്സിലും ഹൈജീൻ മിനിസ്റ്ററിനെ നിയമിക്കണം. അത് ചില ക്ലാസ്സുകളിലൊക്കെ ഇപ്പോൾ ഉണ്ട്. നാളെ അത് എല്ലാ ക്ലാസ്സുകളിലേക്കും നിയമിക്കും. നന്ദി. Discussions today show your dedication and commitment to making our school a better place. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പോയ പാർലമെന്റ് മീറ്റിംഗിൽ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ആക്ഷൻ പ്ലാൻസും എന്തായാലും നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന്. പക്ഷെ നിങ്ങൾ ഇതുവരെ ആരും ഇതേപോലെ ഇംപ്ലിമെന്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഹൈജീൻ മിനിസ്റ്റർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം പോയ പാർലമെന്റ് മീറ്റിംഗിൽ പറഞ്ഞായിരുന്നു എല്ലാ ക്ലാസ്സുകളിലും ഹൈജീൻ നോക്കുന്ന ഒരാൾക്കാർ വേണമെന്ന്. പക്ഷെ കുറച്ച് ക്ലാസ്സിൽ ഞാൻ കണ്ടതിൽ കുറച്ച് ക്ലാസ്സിൽ ഉണ്ട്. ഇതേപോലെ കുറേ അച്ചീവ്മെന്റ്സ് സ്പോർട്സിൽ ഉണ്ടായിട്ടുണ്ട്, ഇതേപോലെ ആർട്സിലും ഉണ്ടായിട്ടുണ്ട്. സന്തോഷമാണ്. ദെൻ കുറച്ച് പേര് എന്താ പറയുക, ഇതേപോലെ എഡ്യൂക്കേഷനിലായാലും ഫുഡ് മിനിസ്റ്റർ ആയാലും കൂടുതൽ കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളതെന്തായാലും ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാൻ നോക്കുക, അത്രയും കംപ്ലയിൻറ്റ്സ് വേണ്ട. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സേവാനിധി സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഓക്കെ,
ഇനി അതേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ കുറച്ച് മിനിസ്റ്റേഴ്സ് ഉണ്ട്, അവര് ചോദ്യങ്ങളൊന്നും ചോദിക്കാത്ത മിനിസ്റ്റേഴ്സ് ഉണ്ട്. ലൈക് ക്യൂസ് ക്ലബ്സ്, തിയേറ്റർ ക്ലബ്, അങ്ങനെ കുറെ പേരുണ്ട്. ആദ്യം തുടക്കം തൊട്ടേ തിയേറ്റർ ക്ലബ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ക്യൂസ് എന്തായാലും ഉള്ള സമയത്ത് അവരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ആ ഒരു ആക്ഷൻ പ്ലാന് നിങ്ങൾ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യണം. പോയ പാർലമെന്റ് മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഈ പാർലമെന്റ് ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത പാർലമെന്റ് മീറ്റിംഗ് ആവുമ്പോൾ എന്തായാലും ആക്ഷൻ പ്ലാൻസ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നൊരു കാര്യം ചോദിക്കുമായിരിക്കും. ആൻഡ് ഞാൻ ക്ലാസ്സിൽ വന്ന് ചോദിക്കും. അപ്പം എല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങൾ ആക്ഷൻ പ്ലാൻസ് എന്തായാലും സബ്മിറ്റ് ചെയ്യണം. താങ്ക് യു.